എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 13-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇപ്പോൾ ഗ്യാസ് ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. 25 ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. വാണിജ്യ സിലിണ്ടർ കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു സ്ഥിതിയും ഉണ്ട്. ഈ ഒരു സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങളെ വൈദ്യുതി പാചകത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വൈദ്യുതി പാചക രീതി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങുന്നതിന് പലിശ രഹിത സബ്സിഡി വായ്പകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും വിലക്കയറ്റവും സാധാരണക്കാരെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം. പൊതുമേഖലാ സ്ഥാപനമായ എനർജി എഫിഷ്യൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് EESL വഴിയാകും പദ്ധതി നടപ്പിലാക്കുക. ഉപഭോക്താക്കൾക്ക് ആദ്യം സ്റ്റൗ ലഭിക്കുകയും പിന്നീട് ആ സ്റ്റൗവിന്റെ യഥാർത്ഥ വില മാത്രം, അതായത് പലിശയില്ലാതെ ആ യഥാർത്ഥ വില മാത്രം അടച്ച് നൽകിയാൽ മതിയാകും. ലോക് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വായ്പയുടെ പലിശ ഇനത്തിലുള്ള തുക ഈ കമ്പനികൾ സബ്സിഡിയായി നൽകുന്നതാണ്. 2023 ആരംഭിച്ച നാഷണൽ എഫിഷ്യൻസ് കുക്കിംഗ് പ്രോഗ്രാം NECP വിപുലീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിൽ ഈ പദ്ധതിയിൽ പലിശ സബ്സിഡി ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴാണ് സബ്സിഡി ഉൾപ്പെടുത്തിയത്. അധിക ബാധ്യതയില്ലാതെ വൈദ്യുതി പാചക രീതിയിലേക്ക് മാറാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ LPG ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ഇതിൽ 60% പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഇവ വരുന്നതും ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. ഇത് മൂലമാണ് പ്രതിസന്ധി ഉണ്ടായത്. നമുക്കറിയാം, ഇൻഡക്ഷൻ കുക്കർ പല ആളുകൾക്കും പേടിയാണ്, വൈദ്യുതി ചാർജ് അധികമാകുമോ എന്നുള്ളത്. പക്ഷെ നിലവിൽ വൈദ്യുതി വിദഗ്ധർ പറയുന്നത് ഇപ്പോഴുള്ള പാചകവാതക വില നോക്കുകയാണ് എങ്കിൽ വൈദ്യുതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ലാഭം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇത് പൂർണ്ണമായും സൗജന്യമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തന്നെ മറ്റൊരു പദ്ധതിയിൽ ചേർന്നാൽ മതി. പാചകം സൗജന്യമാക്കുന്നതിനോടൊപ്പം വീട്ടിലെ കറണ്ട് ചാർജ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടി സൂര്യഭവനം സോളാർ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ 78,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. ഇതിനും നമ്മൾ ആദ്യം പണം നൽകണം എന്ന് നിർബന്ധമില്ല. പലിശരഹിത വായ്പ, ഈടുരഹിത വായ്പ ഇതിനും ലഭിക്കുന്നതാണ്. തവണകളായി അടച്ചു നൽകിയാൽ മതി. മാത്രമല്ല, മൊത്തം തുകയുടെ 78,000 രൂപ വരെ തിരിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായി കയറുകയും ചെയ്യും. അങ്ങനെ സോളാറും നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാവുന്നതാണ്. വൈദ്യുതി പാചകം പൂർണ്ണമായും അധികം ചെലവിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഈ ഗ്യാസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതി തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധി. 2019 മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയിലേക്ക് ആർക്കും ചേരാവുന്നതാണ്. 2018-19 സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റുള്ളവർക്ക് മാത്രമായിരുന്നു നേരത്തെ ചേരാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ പിന്നീട് സ്ഥലം പേരിലേക്ക് ആയിട്ടുള്ള, അതായത് പരമ്പരാഗതമായി സ്ഥലം കൈമാറി വന്നിട്ടുള്ള ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് ചേരാം. അതേസമയം പുതുതായിട്ട് ഇതിന് ശേഷം 2019 ശേഷം സ്വന്തം പേരിലേക്ക് സ്ഥലം മേടിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് ചേരാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതിലേക്ക് ഒരു അപ്ഡേഷൻ വന്ന് മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 2,000 രൂപ നിങ്ങൾക്ക് 5 സെന്റ് സ്ഥലം ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും ഗുണഭോക്താക്കൾക്ക് പല ആളുകൾക്കും ഇത് മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ സ്റ്റാറ്റസ് പരിശോധിച്ച ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആധാർ സീഡിങ്ങിന് പുറമെ ലാൻഡ് വെരിഫിക്കേഷനും പൂർത്തീകരിക്കണം. നിങ്ങൾ സ്ഥലത്തിൻ്റെ രേഖകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൊരുത്തക്കേടുകൾ കാരണം ഈ ഒരു തുക തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. മറ്റൊന്ന്, ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്നുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം അക്കൗണ്ടുകൾ, അതായത് 2 അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ആ 2 അക്കൗണ്ടുകളും താൽക്കാലികമായി
മരവിപ്പിച്ച അവസ്ഥയുണ്ട്. അത് തെറ്റാണ്. അതായത് ഈ 2 അംഗങ്ങൾ വാങ്ങുന്നില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടുന്നത് മുതൽ മാത്രമേ പിന്നീട് തുക പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. മുടങ്ങിയിട്ടുള്ള തുകയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കിത് സറണ്ടർ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് നമുക്ക് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് ഇപ്പോൾ അർഹത ഇല്ല എങ്കിൽ നമുക്ക് സ്വമേധയാ ഇതിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. പ്രത്യേകിച്ച് ആദായ നികുതി അടക്കുന്ന ആളുകളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പ്രൊഫഷണൽ ജോലിക്കാരും ശ്രദ്ധിക്കണം. നേരത്തെ ഇത് നമുക്ക് വാങ്ങാൻ അർഹതയുണ്ടായിരുന്നു, പിന്നീടാണ് ഇത്തരം ഉയർച്ചയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് എങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകുക. ഇല്ല എങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുകയൊക്കെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നോട്ടീസ് വന്നാൽ ആ കാര്യം അങ്ങനെയാണ് ഉണ്ടാകുക. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോകളായതുകൊണ്ട് തന്നെ ആധാറിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആധാർ അടിസ്ഥാനമാക്കി പല കാര്യങ്ങൾക്കും ഫേസ് ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആധാർ അപ്ഡേഷനും ആധാറിൻ്റെ ഫോട്ടോ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാണ്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡും 5 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് 7 വയസ്സിന് മുമ്പും ഇത് കഴിഞ്ഞ് 15 വയസ്സ് മുതൽ 17 വയസ്സിന് മുമ്പും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. നമ്മുടെ ആധാർ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി മുഖാന്തരം ആധാർ ആപ്പും അവതരിപ്പിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ആധാർ കാർഡ് കയ്യിൽ കൊണ്ട് നടക്കണം എന്നിപ്പോൾ നിർബന്ധമില്ല. ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന QR കോഡ് ആധാർ രേഖ നൽകേണ്ടടുത്ത് കാണിച്ചാൽ മതി. അവർ അത് സ്കാൻ ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ, അവർക്ക് വേണ്ട വിവരങ്ങൾ മാത്രം അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ID നമ്പർ, അതായത് നമ്മുടെ ആധാർ നമ്പർ, അത് വളരെ പ്രധാനപ്പെട്ട രേഖ തന്നെയാണ്. ഈ നമ്പർ പ്രകാരം നമുക്ക് പല വെരിഫിക്കേഷനുകളും പല സന്ദർഭങ്ങളിലും നടത്തേണ്ടതുണ്ട്. OTP വെരിഫിക്കേഷൻ, ബയോമെട്രിക് വെരിഫിക്കേഷൻ, ഫേസ് വെരിഫിക്കേഷൻ ഇവയെല്ലാം ഇപ്പോൾ കൃത്യമായ ഇടവേളകളിൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ OTP വെരിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മുമ്പെങ്ങോ നൽകിയിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നിലവിലെ ആ നമ്പർ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്പർ അപ്ഡേറ്റ് ആക്കണം. ആ കാര്യം മറക്കരുത്. മറ്റൊന്ന് ഫോട്ടോ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആധാർ കാർഡിൽ നമ്മൾ 10 വർഷം മുമ്പുള്ള രൂപമായിരിക്കും ഉണ്ടാകുക. അത് മാറുന്നതിന് വേണ്ടി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അത് ചെയ്യാൻ കഴിയുന്നതാണ്. ആ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെളിച്ചം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇരുണ്ട മുഖമാണ് എങ്കിൽ പല സമയത്തും നമുക്ക് പിന്നീട് ആധാർ RD എന്ന ആപ്പ് മുഖേന ഫേസ് ഒതൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മുഖം കൃത്യമായിട്ട് നമ്മുടെ ആധാറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ബയോമെട്രിക് വെള്ളടയാളവും കണ്ണിൻ്റെ പ്രിന്റുമെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതും നല്ലതാണ്. നിർബന്ധമില്ല, പക്ഷെ അതും കൃത്യമാക്കുക. റേഷൻ വാങ്ങുന്ന അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ സാധ്യമാകാൻ ഇതിലൂടെ സാധിക്കും. ബയോമെട്രിക് ശേഖരിക്കുന്ന സമയത്തും നമ്മുടെ വിരലടയാളം ഒരുപാട് നേരം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടിയും വരില്ല. ഓരോ 10 വർഷം കൂടുമ്പോഴും ഇതെല്ലാം പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളുടെ കാര്യം അവർക്ക് മത്സര പരീക്ഷകൾക്കും സ്കോളർഷിപ്പും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആധാർ നിർബന്ധമാണ്. ആധാർ ബയോമെട്രിക് ആഡ് ചെയ്യുന്നത് 5 വയസ്സിന് ശേഷമാണ്. 5 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡിൽ ബയോമെട്രിക് ആഡ് ചെയ്യണം 5 വയസ്സ് കഴിഞ്ഞാൽ എന്നുള്ളത് ശ്രദ്ധിക്കുക. 7 വയസ്സിന് മുമ്പാണെങ്കിൽ അത് സൗജന്യമായിരിക്കും. അത് കഴിഞ്ഞാൽ 100 രൂപ അധികം നൽകേണ്ടി വരും. ഇനി 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേതും പുതുക്കണം. 7 വയസ്സിനുള്ളിൽ പുതുക്കിയതാണ് എങ്കിൽ 15 വയസ്സ് കഴിഞ്ഞാലും സൗജന്യമാണ്. 17 വയസ്സ് വരെ സൗജന്യമായിരിക്കും. 17 വയസ്സ് കഴിഞ്ഞിട്ടും പുതുക്കിയിട്ടില്ല എങ്കിൽ ആ സൗജന്യം ഒഴിവാക്കപ്പെടുന്നതാണ്. മറ്റൊന്ന്, ആധാർ കാർഡിലെ രേഖകൾ മാറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ജനന തീയതി ഒറ്റ പ്രാവശ്യം മാത്രമാണ് മാറ്റാൻ കഴിയുക. പേര് 2 പ്രാവശ്യവുമാണ് മാറ്റാൻ കഴിയുക. അപ്പോൾ പേര് മാറ്റുന്നതിനും ജനനത്തീയതി മാറ്റുന്നതിനും കൃത്യമായ രേഖകൾ കൂടി ഹാജരാക്കേണ്ടി വരും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു.
അപ്പോൾ ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് 2026 ഏപ്രിൽ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന് മസ്റ്ററിംഗ് ഉണ്ട്, അത് ആധാർ അടിസ്ഥാനത്തിലാണ്. ക്ഷേമ പെൻഷന് മസ്റ്ററിംഗ് ഉണ്ട്, അത് ആധാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവയെല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും നമ്മുടെ പണമൊക്കെ മുടങ്ങുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയൊന്നും ഉണ്ടാകാതിരിക്കാൻ, തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ആധാറിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായ അപ്ഡേഷനുകളും വെരിഫിക്കേഷനും നടത്തേണ്ടതുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.